കൊച്ചി കോർപ്പറേഷൻ മേയർ പ്രഖ്യാപനത്തിനു പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. മേയർ സ്ഥാനത്ത് നിന്ന് തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തി. KPCC നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് KPCC പ്രസിഡന്റിന് കത്തും നൽകി. ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തട്ടെ എന്നും ദീപ്തി മേരി വർഗീസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നത് ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. എന്നോട് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. കോർ കമ്മിറ്റിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ കോർ കമ്മിറ്റി ഇന്നിപ്പോൾ ഇത്രയും നേരമായിട്ടും വിളിച്ചില്ല. അതെന്താണെന്നുള്ളത് DCC പ്രസിഡന്റും എൻ്റെ ചാർജുള്ള ആളുകളും പറയട്ടെ. ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് KPCC പ്രസിഡന്റും ഉന്നത നേതാക്കളും ആലോചിക്കട്ടെ. എന്നെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ പരാതി കൊടുക്കുന്നതിനെക്കുറിച്ച് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ആവശ്യം വന്നാൽ അത് കൊടുക്കും. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുന്നതിന് മുമ്പ് കോർ കമ്മിറ്റി വിളിക്കുമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞിരുന്നു. കോർ കമ്മിറ്റി എന്തായാലും വിളിച്ചിട്ടില്ല ഇന്ന്. ദീപ്തി മേരി വർഗീസിനെ പിന്തുണച്ച മാത്യു കുഴൽനാടൻ MLA യും രംഗത്തെത്തി. എന്നാൽ പ്രവർത്തന പരിചയമാണ് മേയറെ തിരഞ്ഞെടുത്തതിലെ പ്രധാന ഘടകമെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു. പാർട്ടിക്ക് എപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊസീജിയർ പാർട്ടിക്കുണ്ട്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള ആളുകൾ ആഗ്രഹക്കാരുണ്ട്. സ്വാഭാവികമായും നമ്മളെല്ലാവരോടും സംസാരിക്കണം. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് നമ്മൾ ഐക്യത്തോട് കൂടിയിട്ടുള്ള തീരുമാനം. നമ്മളങ്ങനെ ഒരു ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിമാരെ അല്ലെങ്കിൽ ഏകപക്ഷീയമായി മേയർ, ഡെപ്യൂട്ടി മേയർ ആളുകളെ തീരുമാനിച്ചതല്ലല്ലോ. നമ്മളെല്ലാവരോടുമായി സംസാരിച്ചതിന് ശേഷമാണ് അത്തരത്തിലുള്ള തീരുമാനം. എല്ലാ നേതാക്കന്മാരോടും, ചെറുതും വലുതുമായ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരോടും എല്ലാവരോടും സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ അതൃപ്തി അറിയിച്ച് മുസ്ലിം ലീഗും രംഗത്തെത്തി. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ 2 ടേമായിട്ട് മേയറും 2 ടേമായിട്ട് ഡെപ്യൂട്ടി മേയറേയും തീരുമാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തതിന് ഞങ്ങൾക്കതിനകത്ത് പ്രതിഷേധം. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഒരു ക്ലെയിം ഇവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തുണ്ട്. അത് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിനായി നാളെ ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃയോഗം നാളെ ഞങ്ങളിവിടെ കൂടുന്നുണ്ട്. ജില്ലാ നേതൃത്വത്തിൽ ശരിയായ പ്രവണതയല്ല, അതിനോട് യോജിക്കാൻ പറ്റില്ല. ഒരു മുന്നണി സംവിധാനത്തിൽ എപ്പോഴും മാന്യത കാണിക്കും. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ക്ലെയിം അല്ലാതെ ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആക്ഷേപം. മേയർ പദവി VK മിനിമോളും ഷൈനി മാത്യുവും 2.5 വർഷം വീതം പങ്കിടാനാണ് നിലവിലെ ധാരണ. ദീപക് ജോയ്, KVP കൃഷ്ണകുമാർ എന്നിവർ ഡെപ്യൂട്ടി മേയർ പദവിയും പങ്കിടും. മുബഷീർ P. അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, ഗുഡ് ഈവനിംഗ് മുബഷീർ. 2 പ്രധാനപ്പെട്ട തർക്കങ്ങളാണ് UDF-ൽ. ഒന്ന്, കോൺഗ്രസിനുള്ളിൽ ദീപ്തി മേരി വർഗീസ് തന്നെ മേയറായി വരുമെന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. സാധ്യതയും ഏറെക്കുറെ എതിരായിരുന്നു. KC വേണുഗോപാലിന്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. മാത്രമല്ല, പാർട്ടി പദവിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുകയാണ് നിലവിൽ ദീപ്തി മേരി വർഗീസ്. പക്ഷേ ആ ദീപ്തി മേരി വർഗീസിനെ അവസാന നിമിഷം തഴയുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് ദീപ്തി മേരി വർഗീസിന് പരാതിയുണ്ട്. മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ കൂടി ഇന്ന് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ദീപ്തി മേരി വർഗീസിനെതിരായി എന്ന് മനസ്സിലാക്കുന്നു. അതൊന്ന്. 2, ഡെപ്യൂട്ടി മേയർ സ്ഥാനം കിട്ടാത്തതിൽ മുസ്ലിം ലീഗിനുള്ള പരിഭവം കൊച്ചിയിൽ UDF ജില്ലാ കമ്മിറ്റി അറിയിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുബഷീർ? അതൃപ്തി പുകയുകയാണോ കൊച്ചി മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിൽ? ഗുഡ് ഈവനിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ കൊച്ചി കോർപ്പറേഷൻ UDF തിരിച്ചുപിടിച്ചെങ്കിലും മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളെ ചൊല്ലിയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്നും അതുപോലെ തന്നെ മുന്നണിക്കകത്തു നിന്ന് ഘടകകക്ഷിയിൽ നിന്നും വലിയ അതൃപ്തി മുന്നണിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്തെ മേയർ സ്ഥാനത്തെ ചൊല്ലിയാണ് വലിയ പ്രശ്നം നിലനിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്ന ദീപ്തി മേരി വർഗീസിന്റെ പേര് വലിയ രീതിയിൽ പ്രചാരണത്തിലുണ്ടായിരുന്നു. അവരെ പരിഗണിക്കാത്തതിൽ അതൃപ്തി അവർ ഇന്ന് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു. KPCC മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇവിടെ DCC പ്രസിഡന്റ് നടത്തിയത് എന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. ഇത് ചേരുന്നതിന് മുൻപ് തന്നെ കോർ കമ്മിറ്റി ചേർന്നതിന് ശേഷം തീരുമാനമെടുക്കുമെന്നുള്ളതായിരുന്നു DCC പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. പക്ഷേ അതുണ്ടായില്ല എന്ന് പറയുമ്പോൾ അസംതൃപ്തി വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അവർ പുറത്തു വരുന്നു എന്നുള്ളതാണ്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. കോൺഗ്രസിന്റെ MLA നേതാവ് കൂടിയായിട്ടുള്ള മാത്യു കുഴൽനാടൻ അവരെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നാളെ വീണ്ടും അവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ നിലപാട് കടുപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഒരു ഭാഗത്ത് ദീപ്തിയെ പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗം വലിയ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത് ഈ പറയപ്പെടുന്ന സമുദായ സംഘടനകളുടെ താല്പര്യത്തിനനുസരിച്ച് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം മാറി എന്നുള്ളത്. പക്ഷേ ജില്ലാ നേതൃത്വം അതിനെ പ്രതിരോധിക്കുന്നത്
പ്രതിപക്ഷ നേതാവ് തന്നെ നേതൃത്വം കൊടുക്കുന്ന ജില്ലയിൽ KPCC മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് മേയറുടെ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. KPCC ഭാരവാഹിയെ തന്നെ ആദ്യമായിട്ട് പരിഗണിക്കുന്നു. അതേസമയം അവരുടെ പ്രവർത്തന ശൈലിയിൽ ഇവിടെയുള്ള മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ വലിയ അതൃപ്തി ഉണ്ടായതാണ് ദീപ്തി മേരി വർഗീസിന് പ്രധാനമായിട്ടും തിരിച്ചടിയായത്. അതേസമയം ഇവിടെയുള്ള കൗൺസിലർമാരുടെ പിന്തുണ ലഭിക്കുന്നതിലും ദീപ്തി മേരി വർഗീസ് വളരെ പിന്നോട്ട് പോയി. 22 വോട്ടിന്റെ പിന്തുണ കൗൺസിലർമാരുടെ ഭാഗത്ത് ലഭിച്ചത് രണ്ടാം ടൈമിൽ മേയറായി വരാൻ പോകുന്ന ഷൈനി മാത്യുവിനാണ്. അതിന് തൊട്ടു താഴെ 18 വോട്ടാണ് മിനിമോൾക്ക് ലഭിച്ചത്. 4 വോട്ടുകൾ മാത്രമാണ് ദീപ്തി മേരി വർഗീസിനെ ഇന്ന് മേയർ സ്ഥാനാർത്ഥിയായി മത്സരത്തിൽ ലഭിച്ചത്. സ്വാഭാവികമായിട്ടും അത് മുൻനിർത്തിക്കൊണ്ടായിരുന്നു ജില്ലാ നേതൃത്വം മിനിമോളെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഷൈനി മാത്യുവിനെ പരിഗണിച്ചെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ സ്വാഭാവികമായിട്ടും സാമുദായിക താല്പര്യങ്ങൾ ഉൾപ്പെടെ ഈ മേയർ നിർണയത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അതൃപ്തി പറഞ്ഞിരിക്കുന്നത്. നാളെ ജില്ലാ നേതൃയോഗം ചേരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്. മുബഷീർ പറഞ്ഞതുപോലെ അതൃപ്തി പുകയുകയാണ്. നാളെ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ദീപ്തി മേരി വർഗീസിനൊക്കെ കടുത്ത അതൃപ്തിയുണ്ട്. ഒരു പക്ഷത്തിന് KC വേണുഗോപാൽ പക്ഷത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.